പുണ്യനദിയായ പമ്പയെ മാലിന്യമുക്തമാക്കാനും തീരം സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് തുടങ്ങിയ പമ്പ ആക്ഷൻ പ്ലാൻ അനിശ്ചിതത്വത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച ആദ്യഘട്ട പദ്ധതികൾ പ്രളയമെടുത്തതോടെ പദ്ധതി തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇപ്പോൾ. പമ്പ നദിയുടെ തീരങ്ങളെ സംരക്ഷിക്കാനും ജലശുദ്ധി ഉറപ്പാക്കാനും വേണ്ടി 2001 പമ്പ പരിരക്ഷണ സമിതി കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിന്റെ ഫലമായിരുന്നു പമ്പ ആക്ഷൻ പ്ലാൻ. പമ്പയിലെ ജലത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഈ പദ്ധതിക്ക് അനുമതി നൽകിയത്. പമ്പ ത്രിവേണി മുതൽ ആലപ്പുഴ ജില്ലയിലെ തകഴി വരെയുള്ള മേഖലയിൽ നദീതീരത്തുള്ള മാലിന്യ സംസ്കരണം, ശബരിമല ഇടത്താവളം നവീകരണം, കുളിക്കടവുകളുടെ നിർമ്മാണം, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, കൈവഴികളുടെ പുനരുദ്ധാരണം, തീരത്തെ നഗരമാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത്. പമ്പ മുതൽ ശബരിമല പമ്പ മുതൽ തകഴി വരെ ഉള്ള മേഖലയെ മാലിന്യമുക്തമാക്കുക. ഏറ്റവും കൂടുതൽ പമ്പ മലീമസമാകുന്നത് ഈ മേഖലയിലാണ്. അന്നേരം ഇതിന്റെ 70% കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത്. ഇതിനു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതികൾ 2 ഏജൻസികൾ നടത്താനും തീരുമാനിച്ചു. ഒന്ന് ദേവസ്വം ബോർഡ്, മറ്റേത് ജലസേചന വകുപ്പ്. ഇതം പ്രകാരം 2 തടയണകൾ, പമ്പയിൽ കുളിക്കടവ്, കുറച്ച് ശൗചാലയങ്ങൾ, ഇതല്ലാതെ കൂടുതൽ പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നിർമ്മിച്ച ശേഷം പദ്ധതി അവിടെ കടന്നു, പിന്നെ മുന്നോട്ട് പോയില്ല. കേരള വാട്ടർ അതോറിറ്റി നോഡൽ ഏജൻസിയായ പദ്ധതി ഇന്ന് വഴിമുട്ടി നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച സ്നാനഘട്ടങ്ങളും തടയണകളും 2018 മഹാപ്രളയത്തിൽ പൂർണ്ണമായും തകർന്നു. കിഴക്ക് പമ്പ മുതൽ പടിഞ്ഞാറ് തകഴി വരെ വ്യാപിച്ചു കിടന്ന മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഇടത്താവള നവീകരണവും ഇപ്പോൾ ഫയലുകളിൽ മാത്രമായി ഒതുങ്ങുന്നു. പമ്പ ആക്ഷൻ പ്ലാൻ എന്നുള്ള പേരിൽ 385 കോടി രൂപയുടെ പ്രോജക്റ്റ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കി. അതിൻ്റെ 18 കോടി രൂപ ആദ്യത്തെ ഗഡു കൊടുത്തതാണ്. അതെന്ത് ചെയ്തു എന്ന് പോലും ഇതേവരെ ആർക്കും അറിയില്ല. അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, കണക്ക് കൊടുത്തിട്ടില്ല, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, പ്രവർത്തന റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം മുടങ്ങി. തീർച്ചയായിട്ടും പമ്പയും കേന്ദ്ര സർക്കാർ വേണ്ട വിധത്തിൽ കണക്കിലെടുക്കും, പരിഗണിക്കും, വികസന പദ്ധതികൾ ഏറ്റെടുക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പദ്ധതിയുടെ 70% തുക കേന്ദ്രവും ബാക്കി സംസ്ഥാനവുമാണ് വഹിക്കേണ്ടിയിരുന്നത്. എന്നാൽ മുടങ്ങിയ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ അധികൃതർ കാട്ടുന്ന അനാസ്ഥ പമ്പയെ വീണ്ടും നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. 22ഓളം ശുദ്ധജല പദ്ധതികളുള്ള പമ്പാ നദിക്കായി ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ UDF സർക്കാർ അതിനോട് സഹകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന LDF സർക്കാർ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയില്ല. ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 2018 പ്രളയത്തിൽ നശിച്ചു പോവുകയും ചെയ്തു. ഇതോടെ ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പദ്ധതി വീണ്ടും പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. ക്യാമറമാൻ രതീഷ് മാടമ്പിശ്ശലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.